PT എക്സാം നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈസിയായി ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് PT. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കമ്പനിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിൽ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്ത് പോയിന്റ്സ് ഒക്കെ കാണാതെ പഠിച്ചിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കമ്പനിയുടെ CEO മീറ്റിങ്ങിൽ വന്ന് നിങ്ങളോട് ആ പോയിന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ആ ചോദിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിലോ നമ്മൾ അപ്പം തന്നെ നെർവസ് ആകും, അല്ലേ? പിന്നെ നമ്മൾ കാണാപ്പാഠം പഠിച്ചൊന്നും മനസ്സിൽ പോലും വരില്ല. ഇനി ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ 5 വയസ്സുള്ള കൊച്ചു കുട്ടിയാണെന്നിരിക്കട്ടെ. നിങ്ങൾ അത്രയ്ക്ക് നെർവസ് ആകുമോ? ഇല്ല, അല്ലെ? കാരണം ആ കുട്ടിക്ക് നമ്മൾ പറയുന്നത് എത്രത്തോളം മനസ്സിലാകും എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടാകും. സോ നമ്മൾ അവിടെ കോൺഫിഡന്റ് ആയിട്ട് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആൻസർ ചെയ്തു പോരും. ഇതാണ് കോൺഫിഡൻസ്. ഇനി തിരിച്ച് PT വരാം. PT എക്സാമിൽ നിങ്ങളുടെ മുൻപിൽ ഇരുന്ന് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. മുമ്പേ തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. അത് പെട്ടെന്ന് വന്ന് നമ്മളെ നെർവസ് ആക്കി ചോദ്യം ചോദിക്കുന്ന നമ്മുടെ കമ്പനി CEO അല്ല, മറിച്ച് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ നമ്മൾ എന്നും സംസാരിക്കുന്ന ആ 5 വയസ്സുള്ള കുട്ടിയാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ സോഫ്റ്റ്വെയറിന് മനസ്സിലാകുന്ന രീതിയിൽ കോൺഫിഡന്റ് ആയി ആൻസർ ചെയ്യുക. ബിക്കോസ് ബേസിക്കലി PT സ്പീക്കിംഗിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ കോണ്ടന്റ് സോഫ്റ്റ്വെയറിന് മനസ്സിലാവില്ല. ഇറ്റ്സ് ജസ്റ്റ് ടെസ്റ്റിംഗ് യുവർ ഫ്ലുവൻസി. ആൻഡ് ഫ്ലുവൻസി നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല, ഷോർട്ട് കട്ട്സും ഇല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റ് വിൽ കം ഇഫ് യു ഹാവ് ദി നോളജ്. ആ 5 വയസ്സുള്ള കുട്ടിക്ക് ഒന്നും അറിയില്ല എന്ന നോളജ് കൊണ്ടാണ് നിങ്ങൾക്ക് ആ കുട്ടിയുടെ മുമ്പിൽ പതറാതെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. സോ PT സോഫ്റ്റ്വെയറിന് എന്തൊക്കെ അറിയാം, നമ്മൾ പറയുന്നതിൽ എന്തൊക്കെ കാര്യം ആ സോഫ്റ്റ്വെയറിന് മനസ്സിലാകും, ഇതൊക്കെ അറിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ബി എ കോൺഫിഡൻറ്റ് ടെസ്റ്റ് ടേക്കർ ആൻഡ് ദാറ്റ് മേക്സ് all the difference. So what you need to do is നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം എക്സാം ബുക്ക് ചെയ്യുക. PT സോഫ്റ്റ്വെയറിനെ അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകളിൽ മിനിമം ഒരു 75 സ്കോർ ചെയ്യാറാകുമ്പോൾ വേണം നിങ്ങൾ റിയൽ എക്സാം എഴുതാൻ പോകാൻ. ബിക്കോസ് യു നോ what you're going to get. So that's the knowledge, and knowledge is power, and power gives you confidence. So PTയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ചീറ്റ് കോഡേ ഉള്ളൂ, and that is to be confident. Do you want to be confident? Contact us now and subscribe for more such videos.